കോട്ടയുടെ രഹസ്യം. ആദിത്യൻ തന്റെ വീട്ടിൽ മൃദുവായ വെളിച്ചത്തിൽ പഴയ ഭൂപടം പഠിക്കുന്നുണ്ട്. അയാളുടെ അടുത്തു സഹായിയായ സുശീലൻ ആശങ്കയോടെ നിലകൊള്ളുന്നു. സുശീലൻ: സാർ, ഈ കോട്ടയിൽ പോയി എന്തു ചെയ്യണം? കേട്ടതനുസരിച്ച് ആ കോട്ടയിൽ പോയ ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ആദിത്യൻ: സുശീല, ആ സ്ഥലത്ത് എന്തുണ്ട് എന്ന് കണ്ടെത്തണം. ആ രഹസ്യം പൊളിച്ചറിയുക നമ്മുടെ ദൗത്യം. സുശീലൻ: സാർ, ആ സ്ഥലത്ത് ഒരു ശാപം ഉണ്ട് എന്നാണ് കേട്ടത്. അത് നമുക്ക് കൈകാര്യം ചെയ്യാനാവില്ല. ആദിത്യൻ: ശാപമോ മാന്ത്രികതയോ? ഈ ഗ്രാമത്തിന്റെ രഹസ്യങ്ങൾ അറിയുക നമുക്ക് നിർബന്ധമാണ്. അതിനായി എവിടെ പോകേണ്ടിവന്നാലും പേടിക്കരുത്. ചില സമയം പിന്നിട്ട് ആദിത്യനും സുശീലനും കോട്ടയിലേക്ക് യാത്ര തിരിക്കുന്നു. ഗ്രാമത്തിലെ ക്ഷേത്രത്തിന്റെ മുൻവാതിൽ. അവർ ഗ്രാമത്തിലെ ക്ഷേത്രം വഴി കടന്നുപോകുമ്പോൾ പൂജാരി ആദിത്യനെ നോക്കി നിലകൊള്ളുന്നു. പൂജാരി: തമ്പി, നീ കോട്ടയിൽ പോകാൻ തീരുമാനിച്ചോ? അവിടെ പോയ പലരും ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ തമ്പി, നിന്റെ ധൈര്യം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ആദിത്യൻ: സാമി, ഞാൻ ഒരു പോലീസ് ഓഫീസറാണ്. അവിടെ എന്ത് സംഭവിച്ചുവെന്ന് മനസ്സിലാക്കി ആ രഹസ്യം തെളിയിക്കുക എന്റെ ഉത്തരവാദിത്വമാണ്. പൂജാരി: ഞാൻ പറയുന്നത് കേട്ടുകൊള്ളൂ തമ്പി. ആ കോട്ട സാധാരണ സ്ഥലമല്ല. നീ അവിടെ പോയാൽ ഈ ഗ്രാമത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. സുശീലൻ: സാർ, പൂജാരിയുടെ പറയുന്നതിൽ ഒരു വസ്തുതയുണ്ട്. നമുക്ക് ഈ റിസ്ക് വേണ്ടല്ലോ. ആദിത്യൻ: സുശീല, റിസ്ക് എടുക്കാതെ സത്യവും നീതിയും കിട്ടില്ല. പേടിച്ച് നമ്മൾ പിന്മാറിയാൽ നമ്മുടെ അവകാശം നേടുന്നത് ആരാണ്? കോട്ടയിലേക്ക് യാത്ര. ഇരുവരും അണിനിരത്തിക്കൊണ്ടിരിക്കുന്ന ദീപങ്ങൾ കയ്യിൽ പിടിച്ച് രാത്രിയുടെ ഇരുട്ടിൽ നടക്കുന്നു. സുശീലൻ: സാർ, ഈ സ്ഥലം തീർത്തും ശൂന്യമാണെന്ന് മനസ്സിലായിരിക്കുന്നു. ഇവിടെ ആരും വരാറില്ല. ആദിത്യൻ: സുശീല, ഓരോ ചെറിയ വിവരവും ശ്രദ്ധിക്കണം. അവയെല്ലാം എന്തെങ്കിലും സൂചിപ്പിക്കും. പാതയിൽ ഒരു പഴയ കത്തി കാണപ്പെടുന്നു. സുശീലൻ: സാർ, ഈ കത്തി ഒരാളിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചതായിരിക്കാം. ആരെങ്കിലും ഇവിടെ വിട്ടതായിരിക്കാം. കോട്ടയുടെ വാതിൽ. ഇവർക്ക് കോട്ടയുടെ വാതിലെത്തുന്നു. വാതിൽ പഴയതും കറുപ്പും കല്ലുകൾ കൊണ്ട് അടഞ്ഞതുമാണ്. സുശീലൻ: സാർ, ഈ വാതിൽ ചില മോശമായ ശക്തികളാൽ ബാധിച്ചിട്ടുള്ളതുപോലെ തോന്നുന്നു. ആദിത്യൻ: സുശീല, ഇത് നമ്മളുടെ ദൗത്യത്തിന്റെ തുടക്കമാണ്. ഈ വാതിൽ തുറന്നാൽ മാത്രം നമ്മൾ സത്യം കാണും. വാതിൽ തുറക്കുമ്പോൾ വായുവിന്റെ മായവാസനയോടെ മണൽ നിറഞ്ഞു വീഴുന്നു. കോട്ടയുടെ ഉള്ളിൽ. കോട്ടയിൽ കടന്നാൽ സ്തംഭങ്ങൾക്ക് മുകളിൽ ശിലാലിഖിതങ്ങൾ കാണപ്പെടുന്നു. നിലത്തു ഉണക്കിയ രക്തത്തിന്റെ അടയാളങ്ങളും കാണാം. സുശീലൻ: സാർ, ഈ രക്തം പഴയതായിരിക്കണം. ആദിത്യൻ: ഓരോ ചിഹ്നവും ചരിത്രത്തിന്റെ ഒരുപാട് തുറന്നു കൊടുക്കും. എല്ലാം സൂക്ഷിച്ചു നോക്കണം. നിലത്ത് ഒരു മോതിരം കാണുന്നു. സുശീലൻ: സാർ, ഈ മോതിരം സാധാരണയല്ല. ഇതിലെ ചിഹ്നം എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആദിത്യൻ: ഈ ചിഹ്നം ഒരു വഴികാട്ടിയാകാം. ഇത് മനസ്സിലാക്കിയാൽ കഥയുടെ അടുത്ത പടിയിലേക്ക് നമുക്ക് പോകാം. മർമ്മമായ ശബ്ദം. അപ്പോൾ കോട്ടയിൽ നിന്നൊരു മർമ്മമായ ശബ്ദം കേൾക്കുന്നു. ഇരുവരും ശബ്ദത്തെ പിന്തുടരുന്നു. അവസാന ചോദ്യങ്ങൾ. ആ ശബ്ദം ആരുടേതാണ്? കോട്ടയുടെ രഹസ്യം എന്താണ്? ചിഹ്നവും മോതിരവും എന്ത് സൂചിപ്പിക്കുന്നു? ആദിത്യന്റെ യാത്ര അപകടകരമായ വഴിയിലേക്കാണോ? തുടരുവാൻ കാത്തിരിക്കുക. ഓരോ വ്യാഴാഴ്ച രാത്രി 8 മണിക്ക് ശാപത്തിന്റെ